ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഒരുപാട് വാർത്തകൾ ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് വരാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാദങ്ങൾക്കിടെയുള്ള SIR നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് എന്ന ഒരു വാർത്തയാണ്. മറ്റൊന്ന്, സംസ്ഥാനത്ത് വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യത എന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയ നടപടിയിൽ ഹൈക്കോടതിയുടെ ഹിയറിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും വലിയ വാർത്ത പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ് തിരുവനന്തപുരത്ത്. ഇന്ന് ഏറ്റവും സുപ്രധാനമായി SIRമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന നടപടിക്രമം അത് എന്യൂമറേഷൻ ഫോം വിതരണമാണ്. അത് ഇന്ന് പൂർത്തിയാക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ രാത്രി വരെയുള്ള കണക്ക് പ്രകാരം 96%, അതായത് സംസ്ഥാനത്തെ വോട്ടർമാർക്കിടയിൽ 96% എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത് കഴിഞ്ഞു. 2,67,00,000 മുകളിൽ ആളുകൾക്കാണ് ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത് കഴിഞ്ഞത്. ഇന്ന് കൂടിയാകുമ്പോൾ പൂർണ്ണമായി ഫോം വിതരണം പൂർത്തിയാക്കും. അതിനുശേഷം ഡിസംബർ 4 വരെയുള്ള സമയം എന്ന് പറയുന്നത് ഈ പൂരിപ്പിച്ച ഫോം അത് തിരികെ കളക്ട് ചെയ്യാനുള്ള ദിവസമാണ്. അതും വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്നുള്ള ഒരു പ്രത്യാശ ചീഫ് ഇലക്ടറൽ ഓഫീസർ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം ഒരു ഭാഗത്ത് BLOമാർക്ക് നേരിടുന്ന സമ്മർദ്ദം, അവർക്ക് നേരിടുന്ന ജോലിയിലെ ചില പ്രശ്നങ്ങൾ എന്നിവയെല്ലാം വാർത്തകളായി പുറത്തു വരുന്നു. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ആ സമ്മർദ്ദത്തിന്റെ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് എതിർപ്പുകളും എല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എന്യൂമറേഷൻ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് നിന്നും വീണ്ടും മഴ ശക്തമാകുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. പ്രധാനമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലയിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപ് തീരങ്ങളിലേക്ക് മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ വാർത്തയായി വരുന്നത് വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടതാണ്. വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഹിയറിംഗ് ഇന്ന് നടക്കും. ഇന്ന് കളക്ടറേറ്റിലാണ് ഹിയറിംഗ് നടക്കുക. പ്രധാനമായി വൈഷ്ണയെ കേൾക്കും. വൈഷ്ണ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ കേട്ട് ഇതിലൊരു തീർപ്പ് കൽപ്പിക്കുക എന്നുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത. എന്തായാലും വൈഷ്ണയെ കൂടാതെ പരാതിക്കാരൻ, ഒപ്പം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്നിവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരെല്ലാം ഇന്ന് കളക്ടറേറ്റിൽ ഹാജരായി ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകും. എന്തായാലും പ്രശ്നം തീർപ്പാക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിന്റെ സാധ്യതയായിരിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുക. അതേസമയം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഒരു വലിയ ദുരന്ത വാർത്ത രാത്രിയോടുകൂടി ഉണ്ടായി. ഒരു 19-കാരനെ ഒരു സംഘർഷത്തിന്റെ ഭാഗമായി കുത്തിക്കൊന്നു. ആ കേസുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം പോലീസ് നടത്തുകയാണ്. തമ്പാനൂർ പോലീസാണ് കേസ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലുണ്ട്. സന്ദീപ് എന്ന ആളാണ് കസ്റ്റഡിയിലുള്ളത്. ഈ ഒരു കൂട്ടം കൂടി 2 സ്ഥലങ്ങളിൽ ഫുട്ബോൾ കളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിൽ അരും കൊലയിലേക്ക്, അതും 19 വയസ്സുകാരനായ അയലൻ എന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. എന്തായാലും പോലീസ് ഊർജിതമായി വിഷയം അന്വേഷിക്കുന്നുണ്ട്. കേസ് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. കസ്റ്റഡിയിലുള്ള വ്യക്തി അദ്ദേഹമാണോ കൊല നടത്തിയത് എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ച് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത്. ക്രിസ്റ്റീന. ഉമേഷ് ബാലകൃഷ്ണനാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകളുമായി ചേർന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. അവിടെ വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിലും മധ്യ കേരളത്തിലുമായി നിരവധി വാർത്തകൾ ഇന്ന് വരാനുണ്ടല്ലോ. ഒന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 4ാം പ്രതി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. മറ്റൊന്ന്, TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടിസുനിയുടെ ജയിൽ മാറ്റവുമായി ബന്ധപ്പെട്ട മാതാവ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. മറ്റൊന്ന്, ഇറാനിലേക്കുള്ള അവയവക്കടത്ത് കേസിൽ അന്വേഷണം NIA തുടരുന്നു. ഈ അവയവക്കടത്തും വിസ ദുരുപയോഗവും ഒക്കെ മൂലം ഇന്ത്യക്കാർക്ക് താൽക്കാലിക വിസ ഇറാൻ നിർത്തിവെച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണല്ലോ ഈ വാർത്തയും വരുന്നത്. ഗുഡ് മോർണിംഗ്. വാർത്തകളാൽ സമ്പന്നമാണ് കൊച്ചി. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ് വരാനുള്ളത്. അതിൽ ഇന്ന് S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള 4ാം പ്രതിയാണ് ജയശ്രീ. നേരത്തെ ഇവർ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. 60 വയസ്സ് പ്രായമുണ്ട് തനിക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരുന്നു. ഇനി ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കും. മറ്റൊന്ന്, കൊടിസുനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹർജിയാണ്. കൊടിസുനിയെ താനൂർ ജയിലിൽ നിന്ന് തിരിച്ച് കണ്ണൂർ ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് മാതാവാണ് ഹർജി നൽകിയിരിക്കുന്നത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മകനെ അടിക്കടി ഈ താനൂർ ജയിലിൽ പോയി കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് നിർണായകമായും സർക്കാരിനോട് കോടതി കഴിഞ്ഞ തവണ നിലപാട് തേടിയിരുന്നു. സർക്കാർ ഇന്ന് അക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്യും. എന്താണ് സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരിക്കും. ഈ ജയിലിലേക്ക് പോകുന്നതിനിടയിൽ പുറത്തുനിന്ന് മദ്യം കഴിച്ചതുമായി
കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലാണ് കൊടിസുനിയെ ജയിൽ മാറ്റിയത്. ഒപ്പം കണ്ണൂർ ജയിലിലെ കൊടിസുനിയുടെ ഒരു സ്വാധീനം നമുക്കറിയാവുന്നതാണ്. അതെല്ലാം പരിഗണിച്ചാണ് ജയിൽ മാറ്റം. ആ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഏറെ നിർണായകമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇറാനിലേക്കുള്ള അവയവക്കടത്താണ്. പ്രധാന പ്രതി ഇപ്പോഴും NIA കസ്റ്റഡിയിലുണ്ട്, മധു ജയകുമാർ. ഇയാളിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. കൂടുതൽ അറസ്റ്റിലേക്ക് അടക്കം കടക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് NIA എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ തട്ടിപ്പ് ആസൂത്രണം ചെയ്ത് ആളുകളെ കബളിപ്പിച്ചിരുന്നത്, അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിലൂടെ ലഭിച്ച അല്ലെങ്കിൽ കബളിപ്പിക്കലിലൂടെ ലഭിച്ച പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നാളെ മധുവിന്റെ കസ്റ്റഡി അവസാനിക്കുമെന്നാണ് ലഭ്യമാകുന്നത്. അങ്ങനെ ഒട്ടനവധി വാർത്തകൾ കൊച്ചിയിൽ നിന്ന് ഇന്ന് വരാനുണ്ട്. ഒരു 11 മണിയോടുകൂടി വാർത്തകൾ കൂടുതൽ സജീവമാവുമെന്നാണ് മനസ്സിലാവുന്നത്. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.